ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. നല്ല കുരുമുളകൊക്കെ അരച്ച് ചേർത്ത് ഉണ്ടാക്കിയ ചിക്കൻ കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇത്രയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി അരിഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കുരുമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടി വരണം. അപ്പോൾ അതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 15 ചെറുള്ളിയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 4 വലിയ സവാളയാണ്. 1 കിലോ അളവിലുള്ള ചിക്കനാണ് ഉണ്ടാക്കുന്നത്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടി ചെറിയ സവാളയാണെങ്കിൽ ഒരു 5 സവാള വരെ ചേർക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെയും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം ഞാൻ ചേർത്ത മുളക് പൊടിക്കൊക്കെ നല്ല എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചേർത്തത്. അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവ് കുറവുള്ളതാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കണം. ഇപ്പം നല്ലതുപോലെ മൂത്തിട്ടുണ്ട് പൊടികളെല്ലാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഈ ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തു. ടൊമാറ്റോയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമ്മുടെ മസാല ഗ്രേവിക്കൊക്കെ നല്ലൊരു തിക്നെസ് കിട്ടുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കന് ഞാൻ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വിനീഗറൊക്കെ ചേർത്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം കഴുകിയെടുത്തതാണ്. ഇത് 1 കിലോ ചിക്കനാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് 100 ml 1 കപ്പ് വെള്ളമാണ്. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കണ്ട. കാരണം ഇത് തിളച്ച് കഴിയുമ്പോഴത്തേന് ഈ ചിക്കനിൽ നിന്നും കുറേ വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളമായിപ്പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് വെള്ളമാണ്. ഇത് കണ്ടില്ലേ, ഇത്രയും കറക്റ്റ് വെള്ളം ഇത് മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നിടം വരെയാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പം 2 വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇതിൽ ഗ്രേവി വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചൊഴിക്കാം. അതിനിടയിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ചെറുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചെറുള്ളി നല്ലതുപോലെ മൂക്കണം. നല്ലൊരു മണം വരും. ചെറുള്ളി നല്ല ബ്രൗൺ കളറായി നല്ലതുപോലെ മൂക്കണം. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പ്രത്യേകിച്ച് നല്ല മണമാണ്. ഇതിൽ കുരുമുളകൊക്കെ ചേർത്ത് നമ്മൾ ആദ്യം തന്നെ ആ മസാല അരയ്ക്കുമ്പോൾ അത് നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക്. അതുപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഈ കറിക്ക്.
നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.